ഇത് ഈ കുട്ടനായരുടെ കൊക്കിലിടങ്ങണ കാര്യമായതുകൊണ്ടാ ഒത്തു വന്നത്. ഉണ്ണിയുടെ കാര്യത്തിന് ഇതിലും വലിയ ഇടങ്ങളിൽ പിടിപാടുണ്ടാവണം. ചുറ്റണേന്റെ ഇടയിൽ കിട്ടുന്ന ന്യൂസുകൾ കൊണ്ട് തരാനേ കുട്ടനായരെ കൊണ്ടുവയ്ക്കൂ. ഇതാ 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 ഇത് കുട്ടനാരും വെച്ചോളൂ. കടലാസുകളെല്ലാം നള്ളിയുടെ പേർക്ക് നയിക്കാൻ ഏർപ്പാട് ചെയ്തോളൂ. സ്വന്തം കൈകൊണ്ട് തന്നെ വാങ്ങി സന്തോഷമായിട്ട് തുടങ്ങിക്കോട്ടെ. എന്തിനാ ആ ഗൗതമനെ കൊന്നത്? തനി പൈങ്കിളി സ്റ്റൈലായി പോയി. ഞാൻ കരുതിയത് അവസാനം ഗൗതമനെയും മൈഥിലിനെയും തമ്മിൽ കൂട്ടിച്ചേർക്കുന്നായിരുന്നു. അതിന്റെ അർത്ഥം വേണ്ടത്ര പാകം വരാത്തൊരു മനസ്സാ ഇപ്പോഴും നിന്റെ എന്നാ. ഓ പിന്നെ മനുഷ്യരെ കൊല്ലുന്നതാണപ്പോ പക്വതയുടെ ലക്ഷണം എന്നായിരിക്കും. അത് ചിലപ്പോ ഞാൻ പറഞ്ഞ നിനക്ക് മനസ്സിലാവില്ല. അതെന്താ? അത് എന്റെ മണ്ടക്കകത്തെന്താ കളിമണ്ണ എന്നാ ഉണ്ണിയേട്ടൻ കരുതിയത്? അല്ലേ, തനി ചേറ് തന്നെയാണേ. ഒരൊറ്റ കുത്തുവെച്ച. ഏയ് നിക്ക്, ഞാനും വരട്ടെ അങ്ങോട്ട്. ചോദിച്ചതിനുള്ള മറുപടി കേട്ടോളൂ. ജീവിതത്തിൽ ശാശ്വതമായ സത്യം ദുഃഖമാണെന്ന എന്റെ കൺസെപ്റ്റ്. ദുഃഖത്തിന്റെ ഉലയിൽ വെച്ച് ഊതി സ്ഫുടം ചെയ്തെടുത്താലേ മനുഷ്യന്റെ സത്തയ്ക്ക് ഔദിത്യം ഉണ്ടാവുള്ളൂ, തേജസ് ഉണ്ടാവുള്ളൂ, ജ്വലിച്ച് വെളിച്ചം വരത്തുള്ളൂ. ഗൗതമൻ മരിച്ചതിന് ശേഷം വെള്ളയെടുത്ത് പൊട്ടും പൊന്നൊന്നും ഇല്ലാതെ ഉറഞ്ഞുകൂടിയ ദുഃഖം മാതിരി നിൽക്കുന്ന മൈഥിലിയെ ഒന്ന് സങ്കല്പിച്ചു നോക്ക്. ജീവിച്ചിരുന്ന ഗൗതമനോട് അവൾക്കുണ്ടായിരുന്ന സ്നേഹത്തിനും പ്രേമത്തിനും പാതി പകട്ടേ ഉള്ളൂ. കാരണം എന്താണെന്നറിയാം നിനക്ക്? അതിൽ സ്വാർത്ഥതയുടെ അംശം ഉണ്ടാവാന്നുള്ളത് തന്നെ. എന്നാൽ മരിച്ചു മണ്ണോട് ചേർന്ന ഗൗതമനോട് കൂറ് കാട്ടിയിട്ട് നീതി പുലർത്തിയിട്ട് മൈഥിലിക്ക് എന്ത് സ്വാർത്ഥം നേടാനാവും? ഗീതയിൽ പറയണ പോലെ ലാഭേച്ഛ കൂടാത്ത കർമ്മം, അങ്ങോട്ട് കൊടുക്കുന്നത് തിരിച്ചിങ്ങോട്ട് കിട്ടില്ല എന്നറിഞ്ഞുള്ള പ്രേമം. അവിടാണ് മോളെ പ്രേമം പ്രേമമാവുന്നത്, ഉദാത്തമാവുന്നത്. എന്താ അല്ലേ? എനിക്ക് ഉദ്യോഗം ചമഞ്ഞ് നടന്ന ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആര് നോക്കുന്നു കണ്ടിട്ടാ? പാട്ട് കുടുംബത്തിന് നിരക്കാത്തൊരു ഭ്രാന്തും പിത്തലാട്ടും. ഊർജ്ജശ്വാസം വലിക്കാൻ നേരത്ത് സന്തതിക്ക് പഠിപ്പിച്ചു വെച്ചിട്ട് പോയൊരു പറയണില്ല ഞാനൊന്നും. നന്നായി വരൂ. കൊട്ടക്കണക്കിനാ വാങ്ങി കൂട്ടുന്ന അനുഗ്രഹം. ടീച്ചറേ, എന്റെ അനുഗ്രഹം വാങ്ങാതെ പോയാ
പാട്ട് ശരിയല്ല കേട്ടോ. പിള്ളേര് ടീച്ചറെ കൂവും. ആ ആദ്യം തന്നെ ജോലിക്ക് പോകുമ്പോ ഈ സ്കൂട്ടറിലാ പോണേ. വഴിയിലിറങ്ങി തള്ളേണ്ടി വന്നാ ശകുനക്കേടാവും. ഈ പണി ഫുൾ കണ്ടീഷനാ കണ്ടോ. വൈകിട്ട് എനിക്ക് വരാൻ പറ്റില്ല. 4 മണിയുടെ ബിജുമോൻ വന്നു. ആ ഒരു കാര്യം, ടീച്ചർ ഇപ്പൊ വന്നതിന്റെ വണ്ടിക്കൂലി വന്നില്ല. കണക്കിൽ എഴുതിക്കോളൂ. വരാത്ത ദിവസവും കഴിച്ച് ബാക്കി മാസാവസാനം ഒന്നിച്ചു തരാം. അതുവരെയും കാത്തു നിൽക്കാൻ പറ്റില്ലെങ്കിൽ നടുത്തോടിയിൽ രാഘവ നായരങ്ങനോട് പറഞ്ഞാ മതി. എന്റെ അമ്മാനാ. സകല ദൈവങ്ങൾക്ക് സ്തുതി. ഈ മുഖപ്രസാദം നിങ്ങൾ നിലനിൽക്കട്ടെ. ഗമ പദ നിധ പമ ഗമ പഗ മഗരി സ ഗമ പദ നിധ പമ ഗമ പഗ മഗരി സ സാ നിധ നിധ പദ പമ പാപ സാ നിധ നിധ പദ പമ പാപ ഗമ പദ നിധ പമ ഗമ പഗ മഗരി സ ഗമ പദ നിധ പമ ഗമ പഗ മഗരി സ. കല്യാണമ്പലത്തിന്റെ മഹിമകളെക്കുറിച്ച് തലമുറ തലമുറകളായി പകർന്നു കിട്ടിയ വിശ്വാസം, ആ വിശ്വാസത്തിന്റെ വെളിച്ചം, ആ വെളിച്ചത്തിൽ പരസ്പരം പുൽകാതെ പുൽകിയും മുകരാതെ മുകർന്നു നിന്ന് ഈ ഞാൻ ഇവളെയും ഈ ഇവൾ എന്നെയും സ്വന്തമാക്കുന്ന സ്വപ്നത്തിന്റെ സാക്ഷാത്കാര മുഹൂർത്തം. എനിക്ക് സാക്ഷി ലാളിച്ചു കൊതി തീരാതെ സ്വർഗം പോകിയ അച്ഛൻ അമ്മ. എനിക്ക് സാക്ഷി അന്തരംഗത്തിൽ ഈ നിമിഷം എരിഞ്ഞു നിൽക്കും 1000 മൺചിരാതുകളും. ശരിക്കും പറഞ്ഞ കഴിഞ്ഞ രാത്രിയിലൊരു സ്വപ്നം തന്നെയായിരുന്നു ഇത്. കണ്ണെത്താത്തത്രയും ദൂരത്തില് മണൽ തിട്ടാന്നോ മേഘങ്ങളാന്നോ എന്തോ. ഒരു ഭാഗത്തുനിന്ന് ഞാനും അപ്പുറത്തു നീയും. ചിറകൊന്നും ഉണ്ടായിരുന്നില്ല നമുക്ക്, എന്നാലും പറക്കായിരുന്നു എന്നുള്ളൊരു പ്രതീതി. ചിലപ്പോ ഈ ജന്മത്തിൽ ഈ നിമിഷം ഇവിടെ കണ്ടുമുട്ടാൻ യുഗങ്ങളിൽ കൂടെയുള്ള നമ്മുടെ യാത്രയായിരിക്കണം അത് സൂചിപ്പിച്ചത്. നോക്കിയപ്പോ ആദ്യം ഒന്നും മനസ്സിലായില്ല എവിടെയാണ് നമ്മൾ നിൽക്കുന്നതെന്ന്. പിന്നെ പതുക്കെ വ്യക്തമായി. കല്യാണമ്പലത്തിന് മുമ്പിലായിരുന്നു നമ്മൾ രണ്ടും. കല്യാണമ്പലത്തിൽ മാല മാറ്റിയവർക്ക് ദീർഘായുസ് ഉണ്ടാവത്രേ. ഉണർന്നെണീറ്റപ്പോ എനിക്ക് തോന്നി ഇങ്ങനൊരു കല്യാണം നാട്ടുകാരും വീട്ടുകാരും ഇല്ലാതെ 8 ദിക്കുകളും ഭൂമിയും മാനവും മാത്രം തുണിയായി നടത്തിയാലോ എന്ന്. നടത്തി.